ദേശീയപാതയിലൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ആശ്വാസമായി വാണിജ്യേതര വാഹനങ്ങൾക്കായി ആരംഭിച്ച വാർഷിക ഫാസ്ടാഗ് പാസിന് മികച്ച പ്രതികരണം. പദ്ധതിയുടെ ആദ്യ ദിവസം തന്നെ 1.4 ലക്ഷം പേരാണ് വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്തതെന്ന് ദേശീയ അതോറിറ്റി വ്യക്തമാക്കി. രാജ്യത്തെ 1150 ടോൾ പ്ലാസകളിൽ ഈ പുതിയ സംവിധാനം ലഭ്യമാണ്. ആദ്യ ദിവസത്തെ മികച്ച പ്രതികരണം ഈ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ദേശീയപാതകളിൽ വാണിജ്യേതര വാഹനങ്ങൾക്ക് വാർഷിക ഫാസ്ടാഗ് പാസ് വരുന്നതിനുള്ള പ്രധാന കാരണം യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക എന്നത് തന്നെയാണ്. വാർഷിക പാസ് വരുന്നതോടെ ഫാസ്ടാഗ് അടിക്കടി റീചാർജ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയും. 3000 രൂപയ്ക്ക് ദേശീയപാതകളിൽ 200 യാത്രകൾ വരെ നടത്താൻ കഴിയുന്ന സൗകര്യമാണ് ഈ പാസ് നൽകുന്നത്. സ്ഥിരം യാത്രക്കാർക്ക് ഇത് വലിയൊരു സാമ്പത്തിക ലാഭവും സമയലാഭവും നൽകും. ഒരു ടോൾ പ്ലാസയിൽ ഒരു തവണ പോയി വരുന്നത് 2 ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് 3000 രൂപയ്ക്ക് 200 തവണ വരെ ടോൾ പ്ലാസ കടന്നു പോകാൻ സാധിക്കും. വാർഷിക പാസിന് 200 യാത്രക്കാർ അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലാവധി, ഇതിൽ ഏതാണ് ആദ്യം പൂർത്തിയാകുന്നത് അതുവരെയാണ് സാധുത. സ്വകാര്യ കാറുകൾ, ജീപ്പുകൾ, വാനുകൾ തുടങ്ങിയ വാണിജ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ പാസ് ലഭിക്കുക. ട്രക്കുകൾ, ടെമ്പോകൾ പോലുള്ള വാണിജ്യ വാഹനങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിക്കാനാകില്ല. ദേശീയപാത അതോറിറ്റിക്ക് കീഴിലുള്ള ദേശീയപാതകൾ, ദേശീയ അതിവേഗ പാതകൾ എന്നിവയിലെ ടോൾ പ്ലാസകളിലാണ് ഈ പാസ് ബാധകമാകുക. ഒരു വർഷത്തിനധികം 200 ട്രിപ്പുകൾ പൂർത്തിയാക്കാൻ വാർഷിക പാസ് സാധാരണ ഫാസ്ടാഗ് രീതിയിലേക്ക് മാറും. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വാർഷിക പാസ് എടുത്ത് റീആക്ടിവേറ്റ് ചെയ്യാം. വാർഷിക പാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ദേശീയപാത അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ അപേക്ഷിക്കാം. അപേക്ഷിക്കുന്ന വാഹനത്തിന്റെ നമ്പർ വാഹൻ ഡാറ്റാബേസിൽ പരിശോധിച്ച് വാണിജ്യേതര വാഹനമാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ പാസ് അനുവദിക്കുകയുള്ളൂ. വെരിഫിക്കേഷനിൽ അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ 3000 രൂപ ഫീസ് അടച്ച് പാസിനായി രജിസ്റ്റർ ചെയ്യാം. നിലവിലുള്ള ഫാസ്ടാഗിൽ തന്നെ വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാനാകും. എന്നാൽ ഒരു വാഹനത്തിന് രജിസ്റ്റർ ചെയ്ത പാസ് മറ്റൊരു വാഹനത്തിൽ ഉപയോഗിച്ചാൽ അത് സ്വയം ഡീആക്ടിവേറ്റ് ആകും. ഇത് പാസിന്റെ ദുരുപയോഗം തടയാൻ സഹായിക്കുകയും ചെയ്യും.